നമസ്തേ. കേരളത്തിൽ സർക്കാർ ജോലി സ്വപ്നം കണ്ട് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇന്നും നിയമനത്തിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. മാറി മാറി അധികാരത്തിലെത്തിയ സർക്കാരുകൾ യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെട്ടു എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നുണ്ട്. PSC നിയമനങ്ങൾ, പിൻവാതിൽ നിയമന ആരോപണങ്ങൾ, ഉദ്യോഗാർത്ഥികളുടെ സമരം, സർക്കാരുകളുടെ നിലപാട് എന്നിവയെ ചൊല്ലി ശക്തമായ വിമർശനവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി P ശ്യാംരാജ് എന്നിവർ നമ്മുടെ തത്വമയി ചാനലിനോട് പ്രതികരിക്കുന്നുണ്ട്. ആ വീഡിയോ കാണാം. ശ്യാമേട്ട നമസ്തേ. ഇപ്പോൾ PSC വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും സമരപരിപാടികളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം യുവമോർച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാവി സമരപരിപാടികളും കാര്യങ്ങളൊക്കെ യുവമോർച്ച നമ്മളോട് പ്രതികരിച്ചു, തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. BJPയുടെ ഭാഗത്തുനിന്ന് ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് PSC എന്ന് പറയുന്ന ഒരു വലിയൊരു വെള്ളാനയാണ്. എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും PSCയെ ഉപയോഗിച്ച് ഈ കുളയോട്ടകളെ പോലെ ചോര കുടിച്ച് തടിച്ചു കൊഴുത്തതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ 3.5-4 കോടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ PSCക്ക് ടോട്ടൽ മെമ്പർമാരെന്ന് പറയുന്നത് 21 പേരാണ്, ചെയർമാനടക്കം. UPSCക്ക് 11 പേരേ ഉള്ളൂ. UPSCക്ക് 11 മെമ്പർമാർ, ചെയർമാനടക്കം ഉള്ളപ്പോൾ കേരള PSCക്ക് 21 പേരാണ്. ഇനി ശമ്പളം, UPSCയിൽ എനിക്ക് തോന്നുന്നു 2.5-3 ലക്ഷമാണ് ആവറേജ് ശമ്പളം എന്ന് പറയുന്നത്. കേരള PSC ചെയർമാൻ ആകുമ്പോഴത്തേക്കും 4 ലക്ഷം വരെ ശമ്പളമാണ്. ഇനി റിട്ടയർ ചെയ്താലോ ഈ ശമ്പളത്തിൻ്റെ 45% ഇവർക്ക് പെൻഷനായിട്ട് കിട്ടുകയാണ്. റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേന്ന്, അതായത് പെൻഷൻ തന്നെ ലക്ഷങ്ങളാണ്. ഈ 21 പേരെ തീറ്റിപ്പോരുന്ന ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും തീറ്റിപ്പോരുന്ന ഈ 21 പേർക്ക് റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേന്നോട്ട് ലക്ഷങ്ങളാണ് ശമ്പളം. ഇവർ ചെയ്യുന്നത് ഇപ്പോൾ എനിക്കൊന്ന് 2019 അന്നത്തെ PSCയുടെ ചെയർമാനായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ അതേ രീതിയിൽ തന്നെ ആസൂത്രണ കമ്മീഷൻ്റെ ചീഫ് ചുമതലയിലേക്കുള്ള അതിനുള്ള എക്സാം നടക്കുന്നു. അന്ന് റിട്ടേൺ എക്സാമിൽ മാർക്ക് കുറഞ്ഞ വ്യക്തിക്ക് ഇൻ്റർവ്യൂവിന് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്ത അന്നത്തെ PSC ചെയർമാനാണ്. അതിന് അദ്ദേഹം സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് മാപ്പ് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് കേരളത്തിലെ PSCയിൽ സംഭവിക്കുന്നത്. LDFും UDFും രണ്ട് കക്ഷികളും ഇതിനെതിരെ കമാനഷം മിണ്ടുന്നില്ല. കാരണം ഇവർക്ക് 2 പേർക്ക് ചക്കരക്കുടമാണ്. കേരളത്തിലെ ഇന്ത്യ മുന്നണി അവർക്ക് ചക്കരക്കുടമാണ്. അവർക്ക് പ്ലേസ് ചെയ്യപ്പെടാത്ത ആളുകളെ പ്ലേസ് ചെയ്യാനും അതിലൂടെ പാർട്ടിക്ക് പണം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഒന്ന് ആലോചിച്ച് നോക്കണേ. അത് മാത്രമല്ല, PSCയുടെ ചോദ്യം കുറച്ച് ഒരു 26 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ തന്നെ പോലും പൊളിറ്റിക്കലായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ. അതിനകത്ത് അപ്പുറത്തേക്ക് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ PSCയിലെ വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിൽ ചെയർമാൻ അടക്കമുള്ളവരാണ് ഈ ക്രമക്കേടുകൾ കാണിക്കുന്നത്. ഇന്നിപ്പോൾ LPST ലിസ്റ്റിലുള്ള ആളുകൾ സമരത്തിലാണ്. ഞങ്ങളവിടെ പോയപ്പോൾ കണ്ട കുറേ ദിവസങ്ങളായിട്ട് യുവമോർച്ചയും BJP സമരപന്തലാണുള്ളത്. വളരെ ദുഃഖം തോന്നും. കാരണം സമരക്കാരവിടെ സമരം ചെയ്ത് നിരാഹാരം കിടക്കുന്നു. അത് യുവമോർച്ച മാത്രമേ, യുവജന സംഘടനകൾ യുവമോർച്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമരക്കാരുടെ അടുത്ത് ഇന്നിപ്പോൾ ഒരു ഇൻഡാസം കൊണ്ട് പോയിട്ടുണ്ട് സർക്കാർ. ഒരു മര്യാദ കാണിക്കണം. കാരണം ഒരു സമരക്കാരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഏതെങ്കിലും സർക്കാരിൻ്റെ പ്രതിനിധികളോ ആരെങ്കിലും പോയിട്ട് അതിന് ശരിയായിട്ടുള്ള രീതിയിൽ പോയിട്ട് ആളുകളെ കാണണം. ഇത് ഒരു പേപ്പർ കടലാസം കൊടുത്തു വിട്ടേക്കാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് പരിഹരിക്കാം. 2 മാസം വരെ ഇവരിവിടെ നിരാഹാരം കിടക്കണം. 2 മാസം വരെ നിരാഹാരം കിടക്കുന്ന പെൺകുട്ടികൾ നിരാഹാരം കിടക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പോലീസുകാർ കേസെടുക്കുമെന്ന് പറഞ്ഞവരെ സമരക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സമരം ചെയ്യുന്ന കേരള PSCയിൽ വിഷയത്തിൽ സമരം ചെയ്യുന്ന സമരക്കാരെ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് VD സതീശൻ്റെ പോലീസ് ഭയപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ടറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ അങ്ങനെ മറുവശത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ വിഷയം വളരെ സീരിയസ് ആണ് എടുത്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് ഇപ്പോൾ അടുത്ത 6, 7, 8 തീയതികളിലൊക്കെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി പോകുന്നു. സെക്രട്ടേറിയറ്റിലൂടെ മാർച്ച് നടത്താൻ വേണ്ടി പോകുന്നു. BJP വലിയ സമരങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങളുമായിട്ട് ഈ ചെറുപ്പക്കാരോടൊപ്പം അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാവി തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ട് വലിയ സമരങ്ങളുമായിട്ട് പോകാൻ വേണ്ടി തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. PSC വിഷയത്തിൽ BJPയുടെ ഭാഗം ചേച്ചി കഴിഞ്ഞ ദിവസം സമരപന്തൽ സന്ദർശിച്ചിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കും. ഈ വിഷയത്തിൽ നമ്മൾ സമരപന്തൽ സന്ദർശിച്ചതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി അത് അവസാനിപ്പിക്കുകയല്ല. വിവിധ മോർച്ചകളുടെ നേതൃത്വത്തിൽ
സമരം ചെയ്യുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അവരോടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഈ വിഷയത്തിൽ എല്ലാം തന്നെ കാറ്റിൽ പറത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കേരളം അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റി പറയുന്നത്? അദ്ദേഹം പറയാറുണ്ട് വായിക്കുന്ന ആളാണ്, എഴുതുന്ന ആളാണ്, ചിന്തിക്കുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അതും അടുത്ത തലമുറയുടെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഷയത്തിൽ ഇങ്ങനെ മൗനം പാലിക്കുന്നത്? ഇന്നൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എന്താ ലെറ്ററിൽ പറയുന്നത്? 2 മാസത്തിന് ശേഷം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ച നമ്മുടെ സഹോദരിയുടെ അവസ്ഥ എന്താണ്? ആ സമരപ്പന്തലിൻ്റെ സ്ഥിതി എന്താണ്? അവിടെ പന്തൽ കെട്ടാൻ പറ്റില്ല. തണുത്ത് വിറങ്ങലിച്ച് ഈ മഴയുടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് സൈഡിൽ ഒരു പന്തൽ പോലും കെട്ടിമറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പോലീസ് അധികാരികൾ അവരോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പം ഇത് ജനാധിപത്യത്തിൻ്റെ ധ്വംസനമാണ് കേരളത്തിൻ്റെ ഭരണകൂടം നടത്തുന്നത്. ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ പാടെ കേരളത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് ജനങ്ങൾ ഈ UDF ഗവൺമെൻറ്റിനെ അധികാരം ഏൽപ്പിച്ചതെങ്കിൽ ജനം വലിയ രീതിയിലുള്ള കനത്ത വില ജനങ്ങളുടെ മുന്നിൽ ഈ ഭരണകൂടത്തിന് നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. PSC ഉദ്യോഗാർത്ഥികളുടെ സമരം, നിയമന വിവാദങ്ങൾ, സർക്കാരുകളുടെ നിലപാട് എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വിഷയത്തിൽ ശോഭ സുരേന്ദ്രന്റെയും P ശ്യാംരാജിന്റെയും പങ്കുവയ്ക്കുന്ന അവരുടെ നിലപാട് മുഴുവനായി വീഡിയോയിൽ കാണാം. വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പങ്കുവയ്ക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.